رسول الله مرحبا يا حبيب الله مرحبا يا رسول الله مرحبا يا حبيب الله आ गए मेरे आका مرحبا يا رسول الله مرحبا يا رسول الله يا رسول الله مرحبا يا حبيب الله مرحبا يا رسول الله مرحبا يا حبيب الله. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله أدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم ربنا علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون تلفح وجوههم النار وهم فيها كالحون. صدق الله العلي العظيم. بارك الله لنا ولكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് പഠിക്കാനും അറിയാനും അത് മുഖേന അല്ലാഹുവിൻ്റെ മഅരിഫത്ത് കരസ്ഥമാക്കാനും ധാരാളം അമലുകൾ ചെയ്യാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ അമലുകളിലെ അപാകതകളെ അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളെ അല്ലാഹു നീക്കി തരികയും അല്ലാഹു നമ്മുടെ അകവും പുറവും നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബും ശരീരവും ശുദ്ധിയാക്കി തരുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞവരും അല്ലാത്തവരുമായ ഒരുപാട് രോഗികൾ അല്ലാഹു അവർക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ.
ഇടയായി മരണപ്പെട്ടു പോയവർ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നെല്ലാം വിട്ടുപിരിഞ്ഞവർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ സൂറയിലെ 98-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 97, 98. ഈ സൂറയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. അല്ലാഹു തആല ബർസഖിലേക്ക്, മരണവും അനന്തര ജീവിത സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചുമുള്ള ചർച്ചകളിലേക്കാണ് ഇനിയുള്ള ആയത്തുകൾ നമ്മെ കൊണ്ടുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഖീൻ എന്ന് വിളിച്ച ഒരു ലോകമാണ് മനുഷ്യൻ്റെ മരണത്തിന് ശേഷമുള്ള ലോകം. യഖീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സർട്ടൻ, ഒരു സംശയത്തിൻ്റെ ചെറിയ ലാഞ്ചന പോലും വന്നുകൂടാത്ത ഏറ്റവും ഉറപ്പുള്ള റിയാലിറ്റി, ശരിയായ യാഥാർത്ഥ്യം, അത് മരണമാണ്, അത് യഖീനാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നതുവരെ അങ്ങ് ഇബാദത്ത് തുടർന്നുകൊണ്ടിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെടുത്ത് മരണത്തിന് പകരം ഉപയോഗിച്ച വാക്ക് യഖീൻ എന്നാണ്. അത് ഉറപ്പാണ്, അതിൽ സംശയമില്ല. ബാക്കിയെല്ലാം വരാം, വരാതിരിക്കാം, പക്ഷേ മൗത്ത് എന്ന വിഷയം ഉറപ്പാണ്, അത് യഖീനാണ്. മരണസമയത്ത് മനുഷ്യൻ അതുവരെ സംശയിച്ചിരുന്ന പല വിഷയങ്ങളും യാഥാർത്ഥ്യമായി അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുന്നു. മരണത്തെ കണ്ണിൽ കാണാൻ തുടങ്ങുമ്പോഴേക്കും മനുഷ്യന് യഖീൻ സംഭവിക്കും എന്നാണ് ഇനിയുള്ള ആയത്തുകൾ നമുക്ക് പഠിപ്പിക്കുന്നത്. പല സംശയങ്ങളുണ്ടാകും. മരിച്ചുപോയാൽ അങ്ങനെയാണോ, മരിച്ചുപോയാൽ ഇങ്ങനെയാണോ, അത് സത്യമായിരിക്കുമോ, ഇത് യാഥാർത്ഥ്യമായിരിക്കുമോ എന്ന സംശയങ്ങളെല്ലാം നീങ്ങുകയും തൽസ്ഥാനത്ത് ഉറപ്പുവരികയും ചെയ്യുന്ന ഒരു ഘട്ടം സക്കറാത്തിൻ്റെ സമയം മുതൽ ആരംഭിക്കുന്നു എന്ന് ഈ വരാൻ പോകുന്ന ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ മുമ്പ് ഒരു വിഷയം അള്ളാഹു ഉണർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്വീൻ. وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون وقل അങ്ങ് പറയണം നബിയേ, അങ്ങ് അല്ലാഹുവോട് ദുആ ചെയ്യണം. റബ്ബി, എൻ്റെ രക്ഷിതാവേ, അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ, മിൻ ഹമസാത്തിശ് ശയാത്വീൻ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവൽ തരണമേ. വഅഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു റബ്ബി, ഞങ്ങളുടെ പരിപാലകനായ അല്ലാഹുവേ, അയ്യഹ്ദുറൂൻ, അവർ ഞങ്ങളുടെ അരികത്തേക്ക് വരുന്നത് പോലും നീ ഞങ്ങൾക്ക് കാത്തു തരണം. അവർ ഞങ്ങളുടെ അടുത്ത് പോലും വരരുത് റബ്ബേ, അവരുടെ ദുർബോധനം ഞങ്ങൾക്കുണ്ടാകരുത് റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ കാക്കണം. തൊട്ട് മുകളിൽ പറഞ്ഞ ആയത്തെന്താ? ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സനു സയ്യിഅ നഹ്നു അഅലമു ബിമാ യസിഫൂൻ. തിന്മയെ നന്മ കൊണ്ട് നേരിടണം എന്ന ആ നിർദ്ദേശത്തിന്റെ ശേഷമാണ് ഈ ആയത്ത് വരുന്നത്. തിന്മയെ നന്മ കൊണ്ട് നേരിടണം എന്ന് പറഞ്ഞാൽ തിന്മയെ തിന്മ കൊണ്ട് നേരിടാനാണ് പിശാച് നമ്മളോട് പറയാം. അത് പൈശാചികമാണ്. പകരം വീട്ടണമെന്നും പ്രതികാരം ചെയ്യണമെന്നും മനുഷ്യനെ തോന്നിപ്പിക്കുന്നത് പിശാചാണ്. ഇപ്പൊ പറയാണ്, അല്ലാഹുവേ, പിശാചിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതിരിക്കാൻ നീ എനിക്ക് കാവൽ തരണം പടച്ചവനെ.
വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്വീൻ. ഹമസാത്തുശ് ശയാത്വീൻ, പിശാചുക്കളുടെ. ഹംസ് എന്ന് പറഞ്ഞാൽ നസ്അ എന്നാണ്, ഒരു വലിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. പിശാച് അവൻ്റെ ഭാഗത്തേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്നത്, പിശാച് ഉദ്ദേശിക്കുന്നിടത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. ഇത് വലിയൊരു ഫിത്നയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിശാചിന്റെ ദുർബോധനം എന്ന് നമുക്ക് അർത്ഥം പറയാം. പിശാച് നമ്മെ പ്രലോഭിപ്പിക്കുന്നത്, നമുക്ക് തിന്മകളെ നന്മകളായി കാണിച്ചു തരുന്നത്, തിന്മകളെ ഭംഗിയാക്കി കാണിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് മുഴുവനും അപകടമാണ്. അള്ളാഹുവോട് കാവൽ ചോദിക്കാം. ഇങ്ങനെ കാവൽ ചോദിക്കുന്ന 2 സൂറകൾ അള്ളാഹു ഇറക്കി തന്നു. സൂറത്തുൽ മുഅവ്വിദതൈൻ എന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കാനായിട്ടുള്ളൊരു സൂറയാണ്. മുഅവ്വിദതാൻ എന്നാണ് സൂറയുടെ പേര്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന സൂറകൾ. എന്തിൽ നിന്നൊക്കെയാണ് കാവൽ? നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആ 2 സൂറത്തുകളും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ചെറിയ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊന്ന് ഉണർത്തുക മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹയിലൂടെയാണ്, അല്ലേ? സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് ഖുർആൻ അവസാനിക്കുന്ന അവസാനത്തെ 2 സൂറകളാണ് മുഅവ്വിദതൈൻ. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. കാവൽ ചോദിക്കുന്ന ദുആയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നെ അള്ളാഹു പഠിപ്പിച്ച മറ്റൊരു ദുആയാണ് അഊദു ബിക റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്വീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അല്ലാഹുവേ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്വീൻ. പിശാചുക്കൾ മനുഷ്യനെ വേട്ടയാടാൻ നടക്കുന്നവരാണ്. പിശാച് മനുഷ്യന്റെ കൂടെയുണ്ട്. ജനിക്കുന്ന ഓരോ മനുഷ്യന്റെ കൂടെയും ഖരീൻ എന്ന് പറയുന്ന ഒരു പിശാച് അവന്റെ കൂടെയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. വഹുവ ലഹു ഖരീൻ. മനുഷ്യന്റെ നമ്മുടെ രൂപം ഏതാണോ ആ രൂപത്തിലാണ് ആ പിശാചിന്റെ രൂപമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പിശാച് മനുഷ്യന്റെ കൂടെയുണ്ട്, ഖരീൻ. ആ പിശാചിന്റെ ദുർബോധനങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ, നമുക്ക് നന്മയുടെ ഭാഗത്തേക്ക് ക്ഷണിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ നമുക്ക് നിയോഗിച്ചു തന്നിട്ടുണ്ട്. ഒരു മലക്കുണ്ട് നമ്മുടെ കൂടെ, ഒരു പിശാച് നമ്മുടെ കൂടെയുണ്ട്. ഇതല്ലാഹു ഹക്കായി നമുക്ക് ബോധ്യപ്പെടുത്തിയ വസ്തുതകളാണ്. പിശാച് തിന്മ ചെയ്യാൻ പറയുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഒരു വിചാരം വരുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ചെയ്യുന്നത് തിന്മയാണ്, ഇതരുതാത്തതാണ് ഞാൻ ഈ പറയുന്നത്, അരുതാത്തതാണ് ഞാൻ ഈ കേൾക്കുന്നത്, അരുതാത്തതാണ് ഞാൻ ഈ കാണുന്നത്, അതാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന മലക്കിന്റെ ഒരു സഹായം, മലക്കിനെ തന്നെ ഓരോരുത്തർക്കും നിയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല ആ കർമ്മം നിർവഹിക്കുന്നുണ്ട്. നമ്മളെന്നത് ഒറ്റയാനല്ല, നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. നാം എന്നത് ഒരാളല്ല, നമ്മുടെ കൂടെ ഖരീൻ എന്ന പിശാചുണ്ട്, നമുക്ക് മുസാഇദായ മലക്കുണ്ട്, 2 കാത്തിബീങ്ങളായ മലക്കുകൾ വേറെയുമുണ്ട്, റഖീബുണ്ട്, അതീദുണ്ട് അലൈഹിമുസ്സലാം. അങ്ങനെ മൊത്തത്തിൽ 4 പേർ, 4 ഖൗലിഹിം, അവരിങ്ങനെ പറഞ്ഞു, ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ, കച്ചവടവും പലിശയും ഒന്ന് തന്നെയാണല്ലോ എന്നവർ പറഞ്ഞു. കച്ചവടം ചെയ്യുമ്പോൾ 10 റുപ്യയുടെ സാധനത്തിന് ഒരു 10 റുപ്യ ഏറെയായി 20 കിട്ടുന്നുണ്ടല്ലോ, പലിശക്കും അങ്ങനെ 10ന് 20 കിട്ടിയാൽ രണ്ടും കച്ചവടവും ഇതും ഒരുപോലെയാണല്ലോ. സുബ്ഹാനല്ലാഹ്, വിരുദ്ധമായ രണ്ടിനെ അത് സിമിലറാണ് എന്ന് പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്തു. അള്ളാഹു അവരെ ശിക്ഷിക്കുന്നല്ല പറഞ്ഞത്, അത് മാത്രമല്ല ലഅനല്ലാഹ്, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. പടച്ചവൻ പറഞ്ഞു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ, അല്ലാഹു തആല ബൈഅ ഹലാലാക്കുകയും കച്ചവടം ഹലാലാക്കുകയും പലിശയെ അള്ളാഹു ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. ഖുർആനിന്റെ നസ്റാൻ. പക്ഷേ ഇന്ന മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളിൽ പച്ചയായ പലിശ അത് ഹലാലാണെന്ന് പറയുന്നവർ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ, മ്യൂസിക് വാദ്യോപകരണങ്ങൾ അത് ഹലാലാണെന്ന് പറയുന്നവർ, ഇത്രയൊക്കെ പറ്റുമെന്ന് പറയുന്നവർ, ഇത്രയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നവർ. സുബ്ഹാനല്ലാഹ്, ഈ ചില വിഷയങ്ങൾ നമ്മൾ അങ്ങോട്ട് നമ്മൾ അങ്ങനെ ഒരു ഏത് വിഷയത്തിലും നമ്മൾ എന്തിനും അങ്ങനെ
അങ്ങനെ കേൾക്കുകയാണ്, ഏതൊരു മ്യൂസിക് കേൾക്കുകയാണ്, എവിടെയും മ്യൂസിക് ഉണ്ട്, ഏത് പാട്ടിനും കൂടെ ഉണ്ട്. അത് ദീനി പാട്ടിനും അല്ലാത്തതിനും ഒക്കെ ധാരാളം. ഇതങ്ങനെ നടക്കുമ്പോൾ ഇതിപ്പോൾ എന്താ ഇതിൽ ഹറാം എന്ന് പറയാൻ എന്തിരിക്കുന്നു? സ്വാഭാവികമായും അതിൻ്റെ ആ ഒരു ഫെമിലിയാരിറ്റി, അതിൻ്റെ പോപ്പുലാരിറ്റി കൊണ്ട് നമ്മളത് ഹറാമാണെന്ന് മനസ്സിലാക്കാതെ പോവുകയാണ്. എന്നാൽ ഇത് ഹലാലുവൽക്കരിക്കുന്നവർ വരും. ഇത് ഹലാലാന്ന് പറയുന്നത് ഇത് കുഴപ്പമില്ല, നമ്മുടെ ഈ പാട്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ടെങ്കിലും ആൾക്കാർ കേട്ടോട്ടെ. അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ, അങ്ങനെ ഒരു സംഗതി ഇല്ല. അല്ലാഹു തആല ഹറാമാക്കിയ ഒന്ന് ഹിദായത്തിൻ്റെ ഒരു വഴി ആവില്ലല്ലോ. എങ്ങനെയാണത്? അള്ളാഹ് ഹറാമാക്കിയ ഒന്നിലും ശിഫ വെച്ചിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂത്രച്ചൂടുണ്ടെന്ന് പറഞ്ഞ് കള്ളുടിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയാ അതിൽ കള്ള് ശിഫയാവുക? അള്ളാഹു പച്ചയായി ഹറാമാക്കിയ സംഗതി എങ്ങനെ ശിഫയാവുക? അള്ളാഹു ഹറാമാക്കിയത് ഒരിക്കലും ശിഫയാകില്ല. ഹറാമാക്കിയതിൽ ശിഫയില്ല. അള്ളാഹു ഹറാമാക്കിയതിൽ ശിഫാഅൻ ഒരു ശിഫയെയും അള്ളാഹു വെച്ചിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നഫ്സാണ് പ്രശ്നം. ശരീരത്തിന് അത് ഇഷ്ടമാണ്. മ്യൂസിക് കേൾക്കാൻ എന്തൊരു ഭംഗിയാ. അപ്പോൾ കുട്ടികളൊക്കെ, പ്രത്യേകിച്ചും കുട്ടികളുടെയൊക്കെ ആ ഒരു മെൻറ്റാലിറ്റി അങ്ങനെയാണ്. അവർ അങ്ങനെ പറഞ്ഞേക്കും, ഇത് എനിക്ക് ഈ പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞേക്കും. നമ്മൾ ഖുർആനല്ലേ കേൾക്കേണ്ടത്, എനിക്ക് ഈ പാട്ടാണ് ഇഷ്ടം. അത് കേൾക്കാൻ കുട്ടികളെ സംബന്ധിച്ചോളം പ്രശ്നമല്ല, അവർ തക്ലീഫിൻ്റെ പ്രായത്തിൽ എത്തിയിട്ടില്ല. പക്ഷേ വലിയവരെ സംബന്ധിച്ച് പോലും അത് പിശാച് ഭംഗിയാക്കി കാണിക്കുന്ന സംഗതിയാണ്. പലിശയുടെ വിഷയം അങ്ങനെ 5 കാശ് ചെലവാകാതെ കാശിങ്ങോട്ട് വരുന്ന സംഗതിയാണത്, അല്ലേ? തൻ്റെ ക്യാപിറ്റൽ ഒന്നും കുറയുന്നില്ല, എത്രയാണോ ഉള്ളത് ആ ക്യാപിറ്റൽ വെക്കുന്നു, അതിൻ്റെ മുകളിലേക്ക് പൈൽഡ് ഓൺ പ്രോഫിറ്റ്സ്, അവൻ പറയുന്ന ലാഭം അവന് കിട്ടുകയും ചെയ്യുന്നു. അപ്പം നഫ്സ് പറയുന്നു കേടില്ലല്ലോ. ഇതൊക്കെ നമ്മൾ ചെന്ന് മുസ്ലിമീങ്ങളോട് പറഞ്ഞാൽ അവർ പറയും കാശ് കിട്ടുന്ന ഏർപ്പാടുകളൊന്നും മാപ്പിളാർക്ക് ഹലാലുമല്ല, അല്ലേ? കാശ് കിട്ടുന്ന പല ഏർപ്പാടും നമുക്ക് ഹലാലല്ല. എന്താ ചെയ്യുക? അങ്ങനെയാണ്. കാരണം നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ മാത്രം പോരെന്ന് ചിന്തിക്കുന്നവരാണ്. നമുക്ക് അവിടെ കഴിയാനുള്ളവരാണ്, ആഖിറത്തിലേക്ക് പോകാനുള്ളവരാണ്. അപ്പോൾ പിശാച് പല വിഷയത്തിലും ഇടപെടും. മുഅ്മിനീ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നഫ്സും പിശാചും തമ്മിലെ വ്യത്യാസം, നഫ്സ് പറയാ ഏതെങ്കിലും ഒരു തെറ്റിലേക്കാണ് നഫ്സ് ഫോക്കസ് ചെയ്യുക. ആ തെറ്റ് ചെയ്യാൻ ശരീരം പിന്നെയും 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 നമ്മെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിലാക്കണം, ഇത് നഫ്സിന്റെ ഭാഗത്തു നിന്നുള്ള ദുർബോധനമാണ്. പിശാച് അങ്ങനെയല്ല. ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് നമ്മൾ ചിന്തിപ്പിച്ചു, അത് ചെയ്യാൻ നമ്മളിങ്ങനെ ഒരുങ്ങുന്നു, വേണ്ടാന്ന് വെക്കുന്നു. അപ്പോൾ പറയുന്ന പിന്നെ വേറൊന്നാകാം, വേറൊരു തെറ്റ് ചെയ്യിക്കാം, അത് വേണ്ട നോക്കും, മറ്റൊന്ന്. ഇങ്ങനെ പിശാചിന്റെ ലക്ഷ്യം നമ്മൾ തെറ്റ് ചെയ്തിരിക്കണം എന്ന്, അള്ളാഹുവിനെ ഇസ്യാൻ ചെയ്യണം എന്നാണ്. അത് ഒന്നല്ലെങ്കിൽ മറ്റൊന്നിലൂടെ പിശാച് ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ അത് പിശാചിൻ്റെതാണ്. നഫ്സ് ഒന്നിൽ ഇസ്റാർ ചെയ്യുമെന്നാണ്. നഫ്സ് ഒന്നിൽ തന്നെ ഇൻസിസ്റ്റ് ചെയ്യും, ഇത് ഈ തെറ്റ് ചെയ്യണം, ആ തെറ്റ്, അത് ഇപ്പോഴല്ലെങ്കിൽ നാളെ, നാളല്ലെങ്കിൽ അടുത്ത വർഷം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഒരു തെറ്റിലേക്ക് നഫ്സിനെ ഇങ്ങനെ പിടിച്ചു നിർത്തും. ഇത് നഫ്സിന്റെ പാപമാണ്, നഫ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദുർബോധനമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ടവർ നിരപരാധിയായിരിക്കെ ബഹുമാനപ്പെട്ടവരുടെ മേൽ ഒരു അക്യൂസേഷൻ ഉണ്ടായപ്പോൾ, അല്ലേ, അസീസ് എന്ന് പറയുന്ന ഈജിപ്തിലെ പ്രമുഖന്റെ ഭാര്യ ഈ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സെഡ്യൂസ് ചെയ്തു. ബഹുമാനപ്പെട്ടവർ അതിന് വഴങ്ങിയില്ല. പക്ഷേ യൂസുഫ് അലൈഹിസ്സലാമിന്റെ നിരപരാധിത്വം അസീസ് എന്നവർക്ക് അറിയാമായിരുന്നു. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ഒരു വാക്ക് പറഞ്ഞു, വമാ ഉബർരിഉ നഫ്സി വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. എന്റെ നഫ്സ് തീർച്ചയായും തെറ്റിൽ നിന്ന് ബരീആണ് എന്ന അവകാശവാദമല്ല ഇത്. ഞാൻ ഈ വിഷയത്തിൽ നിരപരാധിയാണ്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. മനുഷ്യന്റെ ശരീരം തിന്മ കൊണ്ട് ധാരാളം മനുഷ്യനോട് പ്രേരിപ്പിക്കുന്നതാണ്. പല ലേസിനെസ്സും അങ്ങനെയാണ്. നമ്മുടെ പല മടിയും, നമുക്ക് തോന്നുന്ന ഒരു വിഷയത്തിന് മടി വരെ. നബി തങ്ങൾ കാവൽ ചോദിച്ച വിഷയമല്ലേ, വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. ലൈസിനെസ് എന്ന് പറയുന്നത് വലിയൊരു അദാബാണ്. മടി വരെ, നിസ്കരിക്കാൻ മടി, ഖുർആൻ ഓതാൻ മടി, ദിക്റ് ചൊല്ലാൻ മടി, സ്വലാത്തിൽ ഇരുന്നാൽ പിന്നെ ഉറക്കം തൂക്കുക, എങ്ങനെയായാലും നല്ലൊരു വിഷയത്തിൽ ഇരുന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു തടസ്സം. ഇത് വലിയൊരു അദാബാണ്. കാവൽ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നഫ്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മെ തിന്മയിലേക്കുള്ള വിളിയാളം വരും.
പിശാചിന്റെ ഭാഗത്ത് നിന്ന് വരും. എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് ദുആ ഇരക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച്, അള്ളാഹുവേ തെറ്റിലേക്ക് ഞാനില്ല പടച്ചവനെ എന്ന് അള്ളാഹുവിലേക്ക് മുന്നിട്ട് നിന്ന് നമ്മൾ ആ വാക്ക് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പിശാചിൽ നിന്ന് ഉടനെ അല്ലാഹു തആല നമുക്ക് ഇൽത്തിഫാത്ത് തരും. ഖന്നാസ് എന്ന പിശാചിന്റെ പേര്. ഖന്നാസ് എന്ന് പറഞ്ഞാൽ ഇദാ ദുകിറ ഖനസ്, അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ തല താഴ്ത്തി ഓടുന്ന ആൾ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയുടെ കൂടെ നടക്കുമ്പോൾ നബി തങ്ങൾ അന്ന് ആ സമയത്ത് യാത്ര ചെയ്തത് ഒരു കഴുതപ്പുറത്തായിരുന്നു. ആ കഴുതങ്ങട്ട് കാല് തെറ്റി തങ്ങൾ വീഴാൻ പോയപ്പോൾ സഹയാത്രികനായ റദീഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബി പറഞ്ഞു, തഅസ ശൈത്താൻ, പിശാച് നശിക്കട്ടെ എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയല്ലേ. ഇദാ ഖുൽതഹ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ തആദമ, പിശാച് വലിയ ആളാവും. പിശാചിന്റെ നാശം എന്ന് പറഞ്ഞാൽ അവൻ വലിയ ആളാവും. പിന്നെ എന്താ പറയേണ്ടത്? ഉദ്കുരില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. ഇപ്പൊ തഅസ ശൈത്താൻ എന്ന് പറഞ്ഞാൽ നശിക്കട്ടെ എന്ന വാക്കാണ് തഅസ. ശൈത്താൻ നശിക്കട്ടെ. ഇതിൽ അല്ലാഹുവിനെ പറ്റി വല്ലതും പറഞ്ഞോ? നബിയെ പറ്റി വല്ലതും പറഞ്ഞോ? അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു നാമം ഉച്ചരിച്ചോ? ഇല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുമ്പോൾ നമ്മൾ ഒരു ഉദാഹരണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ ഒരു കലാം, അത് ബിസ്മില്ലാഹ് ആണെങ്കിൽ ഖുർആൻ ആണെങ്കിൽ പിന്നെ ഒന്നും പ്രശ്നമല്ല, അള്ളാഹുവിന്റെ വചനങ്ങൾ. നേരെ മറിച്ച് മറ്റേതെങ്കിലും രീതിയിൽ പിശാചിനെ നമ്മൾ ചീത്ത പറഞ്ഞതുകൊണ്ടും പിശാച് പോകില്ല. അവൻ പോകുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. ഇദാ ദുകിറല്ലാഹു ഖനസ്, അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ തല താഴ്ത്തി ഓടും. സംഗതി എളുപ്പമാണ്. പക്ഷെ ഈ ഒരു ബോധം നമുക്ക് വേണം. നമ്മൾ തിന്മയിലേക്ക് പോവാണ്, തിന്മയിലേക്ക് നമ്മൾ വലിച്ചിഴക്കപ്പെടുകയാണെന്നറിയുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർത്താൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷ കിട്ടുമെന്നറിയാം. പക്ഷേ അത് ഓർക്കാനും അത് പറയാനുമുള്ള തൗഫീഖ് ഉണ്ടാകണം. അതിനാണ് അള്ളാഹു ദുആ ഇരക്കാൻ പറഞ്ഞത്, അല്ലാഹുമ്മ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ. പടച്ചവനെ, പിശാചുക്കൾ ഞങ്ങളെ തിന്മ കൊണ്ട് ചെയ്യിപ്പിക്കാൻ മുതിരുന്നവരാണ്, അവരിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ തരണം. സൂറത്തുൽ ഫാത്തിഹ എന്നത് സൂറത്തു തഅലീമിൽ മസ്അല എന്ന ഫാത്തിഹയുടെ ഒരു പേരാണ്. സൂറത്തു തഅലീമിൽ മസ്അല, അള്ളാഹുവിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. അള്ളാഹിനോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ്?